ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും ഈ പള്ളിയിലൊക്കെ പോയി വന്ന് എന്താ പറയുക, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങണ നേരത്താണ് ഞാനിവിടെ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ പ്രത്യേകിച്ച് രാവിലത്തെ കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കണില്ല കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾക്ക് പൂരിയും മസാലയായിരുന്നു. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ മസാല ഉണ്ടാക്കുന്നത് ഡിമ്പിൾ. അപ്പോൾ അത് കഴിഞ്ഞ് ഡോൺ നിന്ന് നേരത്തെ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഡോൺ രാവിലെ തന്നെ എറണാകുളത്തേക്ക് പോയി. എറണാകുളം അങ്കമാലി എവിടേക്കോ പോയി. അപ്പോൾ ഞാൻ അലക്കിൻ്റെ പണികൾക്ക് വേണ്ടി നീങ്ങി. ഡാഡി ഇറച്ചി വാങ്ങിക്കൊണ്ടത്, ഡോൺ ബീഫ് വാങ്ങിക്കൊടുത്തിട്ടാണ് പോയത്. പക്ഷേ പട്ടിയുടെ ഇറച്ചി കിട്ടണമെങ്കിൽ കുറേ ലേറ്റാവും. അപ്പോൾ 11:30-12 ആകുമ്പോഴാണ് ഡാഡി അത് പോയിട്ട് വാങ്ങിയിട്ട് വന്നേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഒതുക്കി അതാത് പാത്രങ്ങളിലേക്ക് ആക്കി. അപ്പോൾ ഡാഡി സൺഡേസിലാണ് ഡൈ ഇടുക. അപ്പോൾ സൺഡേ ഇടയിലൊരു ദിവസം ഇടും. അപ്പോൾ ഇന്നൊക്കെയുള്ള ഇറച്ചി ഞാൻ ബാക്കി മാറ്റി വെച്ചു. അപ്പോൾ ഡിമ്പിൾ അകം അടിച്ചു വാരി തുടച്ചതിന് ശേഷം കൈ കൊണ്ട് വാഷ് ചെയ്യാനുള്ള കുറച്ച് ഡ്രസ്സുകളുണ്ടായിരുന്നു, അത് വാഷ് ചെയ്തു. അപ്പോൾ അത് ചെയ്യണ നേരം കൊണ്ട് ബീഫ് വേവിക്കാട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇന്നലത്തെ കറികളിലൊക്കെ ബാക്കിയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ നൊയമ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ വർജിക്കുക എന്നതിലുപരി സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കാണ്ടിരിക്കുക, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ചില ദിവസം ഈ പറഞ്ഞ പോലെ നിറച്ച് ഭക്ഷണം ഉണ്ടാവും, ചില ദിവസം നമ്മളത് കോംപ്രമൈസ് ചെയ്ത് വളരെ ലഘുവായിട്ട് ഇന്ന നിർബന്ധങ്ങളൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ ഞാൻ ഇന്നലത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, പരിപ്പും മറ്റേ പീച്ചിങ്ങയും വെച്ചത്, അതും ചീരുപ്പേരിയുടെ ബാക്കി ഉണ്ടായിരുന്നു. 2 മുട്ടയും പൊരിച്ചു, തൈരും പപ്പടവും കൂടി എടുത്തിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചത് കേട്ടോ. കുട്ടികൾക്ക് ബീഫും പിന്നെ നമ്മളുടെ മീൻ വറുത്തതും ഉണ്ടായിരുന്നു. അപ്പോൾ മുട്ട പൊരിക്കുമ്പോൾ ഇതിപ്പോൾ ഞാൻ അങ്ങനെ കാണിക്കാൻ കാരണം ഞാനിത് ചെയ്തിട്ടുള്ളത് സവോളയും പച്ചമുളകും വേപ്പിലയും കൂടിയിട്ട് നല്ലോണം വെളിച്ചെണ്ണയിലിട്ട് വാട്ടി ഉപ്പിട്ടിട്ട് അത് കഴിഞ്ഞ് മുട്ട പൊട്ടിച്ചൊഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് വെളിച്ചെണ്ണ ഈ വറുക്കുമ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ഒഴിക്കണം. അത് കൂടാണ്ട് ഇതൊന്ന് മുട്ട അങ്ങോട്ടും കൂടെ ഒന്ന് പരത്തിയിട്ട് കുറച്ച് ചുവന്ന മുളക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ആ ചൂടിട്ട് ഒന്ന് എന്താ പറയുക മൂക്കുമ്പോൾ നമ്മളതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഭയങ്കര ടേസ്റ്റ് ആട്ടോ. എന്നിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ മുകളിൽക്കൂടെ ഒഴിച്ചിട്ട് വേണം അത് വിളമ്പാനായിട്ട്. അപ്പോൾ ഡോൺ ഊണിൻ്റെ നേരം ആകുമ്പോഴേക്കും ഡോൺ എത്തിയിട്ടാണ്. അപ്പോൾ ഡിമ്പിൾ അവിടുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു പറവൂർ കവലയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഡിമ്പിൾ ആകെ പറഞ്ഞയച്ചത് കായത്തൊലി കൊണ്ടുവന്നോളൂ. അപ്പോൾ കായത്തൊലി കുറച്ച് ഞാനിവിടെ വെച്ചിട്ട് ബാക്കി കൈ പിടിച്ചു. അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ 2 പെങ്ങന്മാരുടെ വീട്ടിലേക്ക് പോകാമെന്നുള്ളതായിരുന്നു കേട്ടോ. പിന്നെ ഡാഡിയുടെ അമ്മയുടെ ആങ്ങളയുടെ വീട്, അതായത് ഡാഡി നിന്ന് പഠിച്ച വീട് ഏനാമാവിലായിരുന്നു. ഇപ്പോൾ അവർ നെടുമ്പുഴയിലുള്ളത്. അപ്പോൾ അവിടേക്ക് അമ്മായിനെയും കാണാൻ പോകണം. അവിടുത്തെ മോൻ ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് കാലിനൊരു സർജറി കഴിഞ്ഞിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്കും കൂടി പോകണം. അങ്ങനെ ലക്ഷ്യം വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇന്നത്തെ ഞായറാഴ്ച നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ചോക്കിയായി അവന് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് പറവൂർ കവലയിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് തേൻനിലാവും കൊള്ളി വറുത്തത്, പിന്നെ എന്തൊട്ടാണ് ചക്ക വറുത്തത്, പൊട്ടാറ്റോ ചിപ്സ്, മുറുക്ക്. അപ്പോൾ ഇത് കായത്തിൽ. അപ്പോൾ കുറച്ച് ഇവിടെ വെച്ചിട്ട് ബാക്കി ഞാൻ ഒരു കവറിലാക്കി കൈ പിടിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഉച്ചയിലത്തെ ഊണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്നു. ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ പോകാനായിട്ട് പുറപ്പെട്ടു. കാരണം ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എണീക്കാൻ പാടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കിടന്നിട്ട് റെസ്റ്റ് ചെയ്തിട്ട് എണീക്കേണ്ട, കുറച്ച് നേരം ഇരുന്ന് അത്യാവശ്യം ഞങ്ങൾ ഈ പറഞ്ഞ പോലെ പോയി വന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കില്ല, കഴിഞ്ഞിട്ട് നമുക്ക് എണീറ്റ് മാറാമെന്ന് പറഞ്ഞ് ഞങ്ങളിതേ മാറാനായിട്ട് പുറപ്പെട്ടു. ഫസ്റ്റ് മാറ്റിച്ചത് പാച്ചൂട്ടനെ കേട്ടോ. പാച്ചൂട്ടൻ മാറുന്ന സമയത്ത് ഞാൻ അപ്പുറത്ത് നിന്ന് മാറി. അപ്പോൾ അവനെങ്ങനെയാ വെച്ചാൽ ചട്ടമ്പിയാണ്, കുട്ടി കുറുമ്പനാണ്. വയ്യാണ്ടാകുമ്പോൾ അതുകൊണ്ട് നമുക്ക് സങ്കടം വരും. വാടി തളർന്നിങ്ങനെ കിടക്കണ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ്. ഒന്ന് തല പൊന്തിയാൽ പിന്നെ ഈ പറഞ്ഞ പോലെ നിൽക്കാണ്ടുള്ള ഓട്ടമാണ് കേട്ടോ. അപ്പോൾ അവനും ഡോണങ്കിയും ഡ്രസ്സ് മാറി ഇറങ്ങി. പിന്നാലെ ഓച്ചു ഇറങ്ങി. ഓച്ചു കുറേ പല രീതിയിൽ അവൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ ഒരു രക്ഷയില്ല, നിൽക്കാൻ സമ്മതിച്ചേ ഇല്ല അവൻ കേട്ടോ. ഇപ്പോൾ അവനും അതേ തോന്നും. അതിപ്പോൾ ഫോട്ടോസ് എടുക്കാൻ വലിയ ഇഷ്ടമില്ല കുട്ടികൾക്ക്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് ബിഗ് ബസാറിലേക്കാണ് കേട്ടോ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ അമ്മ മരിച്ചു കഴിഞ്ഞാൽ പെങ്ങന്മാരുടെ വീട്ടിലേക്ക് പോകുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പോൾ സാധാരണ എൻ്റെ വീട്ടിൽ നിന്നാണ്, അങ്ങനെയാണ്, നാത്തൂന്മാരുടെ വീട്ടിൽ നിന്ന് പലഹാരം കൊണ്ടുവരും, അത് അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ മറ്റു 3 പേരുടെ വീടുകളിൽ നിന്നും കൊണ്ടുവന്നു. അപ്പോൾ എൻ്റെ വീട്ടിലിപ്പോൾ ഞാൻ തന്നെയല്ലേ ഉള്ളൂ, എനിക്ക് അപ്പച്ചനോ അമ്മച്ചിയോ ചേച്ചി ആങ്ങളമാരോ ഇല്ലാത്ത കാരണം നമ്മൾ തന്നെയാണത് ചെയ്യേണ്ടത്. അപ്പോൾ ഞങ്ങൾ ബിഗ് ബസാറിൽ കയറി 2 പെങ്ങന്മാർക്കും സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങി. അവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ കായത്തൊലി കൈ പിടിച്ചത് അവർക്ക് 2 പേർക്കും കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ്.
പക്ഷേ അത് മറന്നുപോയി. വണ്ടിയുടെ അടിയിലിരുന്ന് തിരിച്ച് വന്നപ്പോൾ ഞാൻ വെക്കുകയും ചെയ്തു. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ വാങ്ങിക്കലോട് കൂടിയിട്ട് അപ്പോൾ ഞങ്ങൾ 4 പേര് കൂടിയുള്ള പർച്ചേസ് ഇതുപോലെ വല്ലപ്പോഴൊക്കെ ഉണ്ടാവാറുള്ളൂ. കഴിഞ്ഞ ആഴ്ച ഇതുപോലെ നെസ്റ്റോയിൽ പോയപ്പോഴും ഞങ്ങൾ 4 ആൾ കൂടിയിട്ടുള്ള പർച്ചേസിങ് ആയിരുന്നു. അപ്പോൾ പാച്ചു അവിടെ നിന്ന് ക്രീം ബിസ്ക്കറ്റൊക്കെ തിന്നിട്ട് മേത്ത് മുഴുവൻ ചോക്ലേറ്റ് ആക്കിയേക്കാം കേട്ടോ. അപ്പോൾ ഡോണാന്ന് വെച്ചാൽ ഭയങ്കര വൃത്തിയാണ്. തോമും അതെ, തോമും ഇങ്ങനെ മേത്തൊന്നും ആക്കാണ്ട് അവൻ കഴിക്കുക. പക്ഷേ ഇവൻ അങ്ങനെയല്ല, ഇവൻ മേത്തും മോത്തും ഒക്കെ വെച്ച് തേക്കും കേട്ടോ. അപ്പോൾ ഞാൻ കുട്ടികളോട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ ഇവരെടുത്ത സാധനങ്ങൾ ഞാൻ ഒതുക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഓരോരുത്തരുടെയും ഫേവറേറ്റ് സാധനങ്ങൾ. ഇന്നും എനിക്ക് ഇവർ ഇപ്പോഴും കുഞ്ഞു മക്കളുടെ പോലെ. അപ്പോൾ ഞാൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഡോണിനോട് പറയും, കുട്ടാ നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് എടുത്തോ. പൊന്നുവിനോട് പറയും, പൊന്നുവിന് ഇഷ്ടമുള്ളത് എടുത്തോ. ഡാഡിയോടും പറയും, എനിക്കും ഇഷ്ടമുള്ളത് ഞാനും എടുക്കും. കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് നമ്മൾ അറിഞ്ഞെടുക്കും. പാച്ചുവിനൊക്കെ ഉള്ളത് അങ്ങനെയാണ് കേട്ടോ. തോമോന് ചാക്കോച്ചനുള്ളത് പിന്നെ ഡോൺ പോകുമ്പോൾ ഡോണും ഡിവൈനും കൂടി അവിടെ നിന്ന് അവർക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കൊടുക്കും. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ നിന്ന് സാധനങ്ങൾ 2 ബോക്സിലാക്കി. അപ്പോൾ 2 പെങ്ങന്മാരോടൊക്കെയുള്ളത് 2 ബോക്സിലാക്കി തരം തിരിച്ച് തന്നെ വെച്ചു. അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ അത് ബുദ്ധിമുട്ടാവില്ലേ. അപ്പോൾ അതുകൊണ്ട് 2 ബോക്സിലാക്കി വെച്ചിട്ട് ഞങ്ങളിതാ അവിടെ നിന്ന് ഇറങ്ങി സാധനങ്ങളൊക്കെ കാറിലേക്ക് മാറ്റി കയറ്റിയിട്ടാണ്. അപ്പോൾ ബിഗ് ബസാറിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞായറാഴ്ച ദിവസമൊക്കെ ആയാൽ പാർക്കിംഗ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ തൊട്ടപ്പുറത്തെ പാർക്കിംഗ് ഏരിയ ഉള്ള കാരണം വലിയ കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾക്കുള്ളത് ഈ കവറിൽ ആക്കി വെച്ചു. അപ്പോൾ ബിഗ് ബസാറിൽ നിന്ന് ഞങ്ങൾ നേരെ പോണത് ചേറൂരാണ്, മൂത്ത പെങ്ങളുടെ വീട്. അപ്പോൾ നിങ്ങൾ പലരും പറഞ്ഞു ഡാഡിയുടെ ബന്ധുക്കളെയൊന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് തൽക്കാലം 2 പെങ്ങന്മാരെ കാണിക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ എന്താ പറയുക, ഒരാളെ കാണിക്കാനായിട്ട് നിർവാഹമുള്ളൂ. മറ്റേ ആളുടെ അവിടെ അവരവിടെ ഉണ്ടായിരുന്നില്ല. അത് ഞാനിവിടെ നിന്ന് പോകുമ്പോൾ ഞാൻ പറയാം. ഇതിപ്പോൾ നമ്മുടെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ഇട്ടാ ചെറൂര്. അപ്പം നമ്മുടെ അന്ന തന്നെയാണ് എനിക്കിത് ഓർമ്മ വരിക. അന്നയുടെ കൂടെ ഞാൻ ഒരിക്കൽ അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ അന്നയ്ക്കിത് കാണുമ്പോൾ ഓർമ്മ വരും. ഇത് ചെറൂര് പള്ളി. അപ്പോൾ ഈ പള്ളിമൂലയിൽ നിന്ന് തിരിഞ്ഞിട്ട് പിന്നെ ഫസ്റ്റ് റൈറ്റ് വരുന്ന വഴിയിലാണ് കേട്ടോ ചേച്ചിയുടെ വീട്. അപ്പോൾ ഇമ്മട്ടിയുടെയാണ്. അപ്പോൾ ചേച്ചിക്ക് 2 ആൺമക്കളാണ്, സന്തോഷും ഫാദർ സജീവ് ഇമ്മട്ടിയും. അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, ഇമ്മട്ടി അച്ഛൻ്റെ വീടാണ്, ഡാഡിയുടെ പെങ്ങളുടെ വീടാണ്, ഡാഡിയുടെ മൂത്ത പെങ്ങൾ. അപ്പോൾ ഞാൻ ഇത്രയും വിശദമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കുറേ പേര് ചോദിച്ചതുകൊണ്ടാണ്. ആരും കണ്ടില്ലല്ലോ കാണിച്ചില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ ഒരിക്കൽ ഞങ്ങൾ അമ്മയുടെ കൂടെ പാവർട്ടി പെരുന്നാളിന് പോയപ്പോൾ ചേച്ചി ഉണ്ടായിരുന്നു, മൂത്ത പെങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അപ്പം മൂത്തതും പെൺകുട്ടി, ഏറ്റവും ഇളയതും പെങ്ങന്മാർ, ഇടയിൽ 4 ആൺമക്കളാണ്. അതിൽ 2ാമത്തെയാണ് ഡാഡി കേട്ടോ. അപ്പോൾ ചേച്ചിയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നതേ ചെറൂർക്ക് തന്നെയാണ്. അപ്പോൾ ഇവിടെ വേറൊരു വീടായിരുന്നു, അത് പൊളിച്ചിപ്പോൾ പണിതിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു 2 വർഷം ആവണേ ഉള്ളൂ. അപ്പോൾ പൊന്നു കണ്ടിട്ടുണ്ടായിരുന്നില്ല, ഡിമ്പിൾ പ്രസവിച്ചെടുക്കുന്ന ആ ഒരു സമയത്തൊക്കെ ആയിരുന്നു ഹൗസ് വാമിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ 3 പെൺമക്കളാണ് കേട്ടോ. മൂത്തത് മരിയ, 2ാമത്തത് ഏഞ്ചൽ, ഇത് ദേഹാനൻകുട്ടി കുഞ്ഞു മോള്, ചെറിയ മോള്. അപ്പോൾ മരിയ അവിടെ ഇല്ല, മരിയ ഹോസ്റ്റലിലാണ്. സന്തോഷിൻ്റെ വൈഫ് അത് കൊന്തയ്ക്ക് പോയേക്കായിരുന്നു. അപ്പോൾ ഇതാണ് സന്തോഷ്. എന്താ പറയുക, സന്തുഷ്ടമായ ഒരു കുടുംബം. അപ്പോൾ വളരെ ശാന്തമായ ഒരു അന്തരീക്ഷം, നിറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീട്. അവിടുന്ന് ഞങ്ങൾ ചെറിയോളുടെ വീട്, മൂത്ത ചേച്ചിയുടെ പേര് സുശീല എന്നാട്ടോ, ഞാൻ പേര് പറയാൻ വിട്ടുപോയി. 2ാമത്തെ ചേച്ചി ചെറിയോളുടെ പേര് ഷേളി എന്നാണ്. അപ്പോൾ ഷേളി മാടക്കത്രയാണ്. പക്ഷേ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇടിവെട്ടും മഴയും, വീട് പൂട്ടിക്കെടുക്കുക, ഗേറ്റുകളൊക്കെ ലോക്കായിരുന്നു. കാരണം പള്ളിയിൽ കൊന്തയ്ക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ ആ നേരത്ത് വിളിച്ചാലും പാക്ക് കൊണ്ടുപോയ സാധനം അവിടെ വെച്ചിട്ട് പോരാനും നിർവാഹമില്ല. ഭയങ്കര മഴ, നിർത്താണ്ടുള്ള ഇടിവെട്ടും മഴയും എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ ഞങ്ങൾ എന്നാൽ പിന്നെ ആവാമെന്ന് വിചാരിച്ച് ഡാഡി കൊണ്ടുപോയി കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് ഇറങ്ങി ജൂബിലി വഴി. ഇനിയിപ്പോൾ നമ്മൾ പോകേണ്ടത് അച്ഛൻ്റെ വീട്ടിലേക്കാണല്ലോ. അച്ഛൻ്റെ വീട് ഞാൻ പറഞ്ഞല്ലോ നെടുപുഴയാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ശരിക്ക് അങ്ങേയറ്റവും ഇങ്ങേയറ്റമാണ്. എന്നാലും സാരമില്ല, പോകേണ്ട സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടതാണല്ലോ. അപ്പോൾ അങ്ങനെ ഇത് നമ്മളുടെ ശക്തനിൽ ആകാശപാലം ആകാശവീതി അങ്ങനെ എന്തോ പറഞ്ഞിട്ട് പുതിയത് പണിതിട്ടുള്ളതാണ് കേട്ടോ. കാണാൻ നല്ല രസമാണ് രാത്രിയിൽ. അപ്പോൾ ഞാൻ എപ്പോഴെങ്കിലും ഒരു ദിവസം ഇത് കാണിക്കണം എന്ന് വിചാരിക്കും, പക്ഷേ നടക്കാറില്ല. അപ്പോൾ ഇന്നിപ്പോൾ ആ ലൈറ്റ് നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചാൽ അങ്ങനെ ഞങ്ങളിത് നെടുപുഴയിലെത്തി. ഇതാണ് അമ്മായി, അതായത് ഡാഡിയുടെ അമ്മയുടെ ആങ്ങളയുടെ ഭാര്യ. അപ്പോൾ നെടുപുഴയിലാണ്. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡാഡിക്ക് എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് 3-4 പേരോട് ഡാഡി തുറന്ന് സംസാരിക്കുള്ളൂ. അതിലൊരാളാണ് അമ്മായി. അതായത് ഡാഡിയുടെ ചെറുപ്പം തൊട്ട് ഈ അച്ഛൻ്റെ അമ്മായിയുടെയും കൂടിയാണ് ഡാഡി വളർന്നത്. പഠിച്ചതൊക്കെ ഏനാമാവിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അമ്മോട് പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും ചോദിക്കുകയും പറയുകയും ചെയ്യുക ഈ അമ്മായിയോടാണ് കേട്ടോ. അപ്പോൾ അമ്മായി വയ്യാണ്ടിരിക്കുകയാണ്. പിന്നെ ഈ മോന് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് കാലിനൊരു സർജറി കഴിഞ്ഞിരിക്കുക.
അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവിടെ പോയി അമ്മായിയും മോനും കുറേ നാട്ടുവിശേഷം, പണ്ടത്തെ വിശേഷങ്ങൾ, അവരുടെ ചെറുപ്പത്തിലത്തെ വിശേഷങ്ങൾ അത് അവർക്കല്ലേ അറിയുള്ളൂ. കുറേ നേരം ആ വർത്താനവും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഞങ്ങൾ ഇടയ്ക്കൊന്ന് പോകട്ടോ. അമ്മായിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അമ്മ മരിക്കണേൻ്റെ 2 ദിവസം മുമ്പ് വീഡിയോ കോളൊക്കെ ചെയ്ത് അമ്മയും നാത്തൂനും വലിയ സെറ്റാ, ചേട്ടത്താരേതാ വിളിക്കാം. അപ്പോൾ കണ്ടിരുന്നു. അപ്പോൾ അമ്മായിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ യാത്ര ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടുത്തെ പെൺമക്കളാണ്, ഇവിടുത്തെ മൂത്ത മോളുണ്ട് ആനീസ് എന്ന് പറഞ്ഞിട്ട്, ആനീസും ഡാഡിയും പിന്നെ വേറെ ഇളയമ്മയുടെ മകളുണ്ട് മോൺസി. ഇവർ 3 പേരാണ് അച്ഛൻ്റെ കൂടെ. ഇവരാണ് ശരിക്കും പറഞ്ഞാൽ കൂടപ്പിറപ്പുകളുടെ പോലെ ജീവിച്ചിട്ടുള്ളത്. ഇന്നും അതെ, ഇവർ 3 പേരും കൂടിയാലാണ് ഏറ്റവും കൂടുതൽ, ഡാഡി എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സംസാരിക്കുക ഈ അമ്മായിയോടും മോൺസിയോടും പിന്നെ ആനീസിനോടുമാണ്. ബാക്കിയുള്ളവരൊക്കെ എന്താ പറയുക, വിരുന്നുകാരുടെ പോലെയാണ്. ഇവർ 3 പേരും ഒന്നിച്ച് പഠിച്ച് വളർന്ന കാരണം അവർ തമ്മിലൊരു പ്രത്യേക ബന്ധമാട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത് ഈ അച്ഛൻ്റെ വീട്ടിലേക്കായിരിക്കും. പിന്നെ മോൺസിയുടെ വീടും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ അമ്മയും സുശീലേച്ചിയും കൂടിയിട്ട് പാവർട്ടിപ്പള്ളി പോയിട്ട് തിരിച്ച് വരുമ്പോൾ ഞാൻ കയറിയൊരു വീടാണ്. അതാണ് മോൺസിയുടെ വീടെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അച്ഛൻ്റെ കൂടെ വെച്ചിട്ടുള്ള നമ്മളൊക്കെ അങ്ങനെയാണല്ലോ, നമ്മളുടെ ചെറുപ്പത്തിലെ നമ്മളെവിടെയാണോ കൂടിക്കളിക്കുന്നത് അതാണല്ലോ നമ്മുടെ എപ്പോഴും ഓർമ്മയുണ്ടാവുക. അപ്പോൾ അമ്മായിയോട് യാത്രയൊക്കെ പറഞ്ഞ് ഞാൻ ഇറങ്ങുകയാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടുത്തെ എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. ആനീസിൻ്റെ മാത്രം മുമ്പ് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും വന്ന് ആ വീടിനോട് എനിക്കും ഈ പറഞ്ഞ പോലെ ഒരു പ്രത്യേക ബന്ധമുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ദിലീപും ജൂലിയും 2 മക്കൾ, നിതിനും നിമ്മി തന്നെയല്ലേ അവളുടെ പേര്, നിന്നി എന്നാണ് കേട്ടോ. അപ്പോൾ നിന്നിക്ക് 3ാമത്തെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുകയാണ്. നല്ലൊരു മോനെ എന്ന് എൻ്റെ വായിൽ വരണേ, നല്ലൊരു ഉണ്ണീനെ ദൈവം കൊടുക്കട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. അപ്പോൾ ഇത് ഞങ്ങൾ തിരിച്ച് വീണ്ടും പോണു, ആകാശപാതയിൽ കൂടെ പോയി പറവട്ടാനിന്ന് നമ്മൾ വിചാരിച്ചു ഫുഡ് കഴിച്ചിട്ട് പോവാം. കാരണം ഇനി ലേറ്റായി കഴിഞ്ഞാൽ വീട്ടിൽ ചെന്നിട്ട് ഇനിയിപ്പോൾ കാരണം ഉച്ചയിലത്തേക്ക് ഞങ്ങളുടെ പച്ചക്കറി സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഡിമ്പിളിനും ഡോണിനുള്ള ബീഫ് കറിയും മീൻ വറുത്തതേ ഉള്ളൂ, പച്ചക്കറി ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഒന്നേന്ന് തുടങ്ങണ്ടേ. അപ്പോൾ അതിലേക്കാളും നല്ലത് ഇവിടുന്ന് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് 3 എഗ് ഫ്രൈഡ് റൈസും ഒരു പനീർ മസാലയാന്ന് തോന്നുന്നു, അത് ചില്ലി പനീർ, അതും കൂടി വാങ്ങി ഞങ്ങൾ കഴിച്ചിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോയത് കേട്ടോ. അപ്പം മഴ നിൽക്കാണ്ടുള്ള മഴയാണ് അപ്പോഴും ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളിതേ ഇവിടെ എത്തുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ വീടെത്തിന്ന് ഇപ്പോൾ നടത്തറ സെൻറ്റർ എത്തുമ്പോൾ എപ്പോഴും ഞാൻ കാണിക്കുന്നത് സിഗ്നൽ, അതിനാണ് സിഗ്നൽ കഴിഞ്ഞ് പോരുമ്പോൾ എന്നുള്ള ഇത് കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിത് വീട്ടിലെത്തി. പാച്ചുദേ വണ്ടി എടുത്ത് കളി തുടങ്ങി. സമയം മണി 10, കറക്റ്റ് 10 മണിയായിട്ടാണ്. അപ്പോൾ ഇനി കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അതാത് സ്ഥാനങ്ങളിലേക്ക് വെക്കണ്ടേ. അപ്പോൾ ചെറിയ പെങ്ങളോടേക്ക് കൊണ്ടുവന്നത് അങ്ങനെ തന്നെ ആ ബോക്സ് പൂട്ടി ബെഡ്റൂമിൽ കൊണ്ടുവച്ചു. ഞാൻ പറഞ്ഞില്ലേ എലിയുടെ ഒരു ചെറിയ ശല്യം ഉണ്ടെന്ന്, എങ്ങാനും പുറത്ത് വെച്ചിട്ട് കരലുണ്ടാകുന്ന വിചാരിച്ചിട്ട് അതവിടെ വെച്ചു. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല ഓരോരുത്തരുടെ ഇഷ്ടം. ഇത് എൻ്റെ ഇഷ്ടത്തിന് വാങ്ങിച്ചാൽ കേട്ടോ ബട്ടർ മസാല. ഇതും അതെ ഇതും എൻ്റെ ഇഷ്ടത്തിനാണ്. ഡോണിന് മറ്റേ ചോക്കോസ്, ഡിമ്പിളിന് വേഫേഴ്സ് അല്ല ചിപ്സ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ ഡോണാണ് എല്ലാതും പൊട്ടിച്ചിട്ടത് കേട്ടോ. ഒരുവിധമൊക്കെ അവനാണ് പൊട്ടിച്ചിട്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ മൂപ്പര് പോയി. ബാക്കിയുള്ളതൊക്കെ ഞാൻ തന്നെ അത് ശരിയാക്കി വെച്ചു. അവരൊക്കെ കിടക്കാൻ പോയി. ഞാൻ പതുക്കെ നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങൾ എന്നും രാത്രി കിടക്കുമ്പോൾ ഞാൻ അവരുടെ അടുത്തൊക്കെ ഒന്ന് പോയി ഒരു ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞിട്ട് പോരാ കേട്ടോ. അപ്പം 3 ആളും കിടന്നു. അവർക്കുള്ള ഭക്ഷണമൊക്കെ വെച്ച് കൊടുത്തു. ഞാൻ തിരിച്ച് അകത്തേക്ക് പോന്നതാ. എൻ്റെ അടുക്കള ഫുൾ ക്ലീനായി. ഇനി സുഖമായിട്ട് കിടന്നുറങ്ങുക, അതാണ് അടുത്തത്. കാരണം അത്രയും ലേറ്റ് ആയിട്ടുണ്ട്. എൻ്റെ സമയം ആവണുള്ളൂ കേട്ടോ. അപ്പം മണി 11. എന്നെ സംബന്ധിച്ച് ഇന്ന് പക്ഷേ ഞാൻ ബിസിനസ്സിൻ്റെ ഒരു ആവശ്യത്തിലും ഇരിക്കണില്ല കേട്ടോ. അപ്പം ഞാൻ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് Q&A മിക്കവാറും നാളെ ആയിരിക്കും കേട്ടോ. നിങ്ങളെ പറഞ്ഞ് പറ്റിക്കണതല്ല കേട്ടോ. അപ്പോൾ എഡിറ്റ് ചെയ്യാൻ നേരം കിട്ടാത്ത കാരണം അപ്പം നമുക്ക് നാളെ കാണാം.